അസ്സലാമു അലൈക്കും. സമസ്ത വിളിച്ചാൽ എങ്ങനെ പോകാതിരിക്കും? സമസ്ത എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം മാടി വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പോകാതിരിക്കാൻ കഴിയുക? ആ സമസ്ത എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് പോകുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, ആ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിച്ചാൽ എങ്ങനെയാണ് പോകാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ സയ്യിദ് അവർകളുടെ വിളികേട്ട്, ആ സമസ്തയുടെ വിളികേട്ട് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ജനസമൂഹമാണ് കാസർഗോഡ് കുണിയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ നിന്നും പുറത്തു വരുന്ന ഓരോ കാഴ്ചകളും അവിസ്മരണീയമാണ്, മനോഹരമാണ്. കാരണം സമസ്തയുടെ 100ാമത്തെ ആ വാർഷിക സമ്മേളനത്തിൽ ആ നഗരത്തിൽ തടിച്ചുകൂടിയത് പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളായിരുന്നു. നമുക്കറിയാം, സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്നത് കാസർഗോഡ് കുണിയിലാണ്. ഫെബ്രുവരി 4-ാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി 8-ാം തീയതി, അതായത് ഇന്നേക്ക് ആ ഒരു സമ്മേളനം സമാപിക്കുകയാണ്. അത്തരത്തിൽ ആ സമാപന ദിവസമായ ഇന്ന് അവിടേക്ക് തടിച്ചുകൂടിയ ജനങ്ങൾ അവരുടെ ആ ദൃശ്യങ്ങളും ചിത്രങ്ങളും കണ്ടുകഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. സമസ്തയുടെ ആ ഒരു സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് മഗ്‌രിബ് നിസ്കാരം നടക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതത്തോടുകൂടിയില്ലാതെ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. കണ്ണെത്താ ദൂരത്തോളം ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന ആ ജനസമൂഹം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ഇതൊരു ചരിത്ര നിമിഷമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമസ്തയുടെ 100ാം വാർഷികം അത് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ആ ഒരു കാഴ്ച നിങ്ങളെല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളായിരുന്നു ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട പതാക ഉയർത്തിയത്. ആ പതാക ഉയർത്തിയതോടുകൂടി അവിടെ ചരിത്രം കുറിക്കപ്പെടുകയാണ്. മുസ്ലിം കേരളത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിനും ആദർശത്തിനും കാവൽ തീർത്ത 100 സംവത്സരങ്ങൾ ആഘോഷിക്കുകയാണ് സമസ്ത. കലുഷിതമായ ഒരു കാലത്ത് നിന്ന് പ്രയാണം തുടങ്ങി പിന്നിട്ട വഴികളിൽ കടന്നു വന്ന എതിർപ്പുകളും വെല്ലുവിളികളും ഓരോന്നായി അതിജയിച്ച് ആദർശത്തിന് ഒട്ടും പോറലേൽക്കാതെ തന്നെ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് പ്രതിയോഗികൾ തീർത്ത ചതിക്കുഴികളിൽ തെന്നി വീഴാതിരിക്കാൻ സമുദായത്തിന് വഴിവെട്ടം പകർന്ന് 100 വർഷങ്ങൾ പൂർത്തിയാക്കുക എന്നത് ചരിത്രത്തിൽ ഒരു അപൂർവത തന്നെയാണ്. ഈ ജൈത്രയാത്രയ്ക്ക് കരുത്തും കരുതലുമായി നിലകൊണ്ട ഒട്ടേറെ മഹാവ്യക്തിത്വങ്ങളുണ്ട്. പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അവർ നൽകിയ സംഭാവനകളും അവർ സഹിച്ച ത്യാഗങ്ങളും എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതുമാണ്. അക്കൂട്ടത്തിലേറെ പ്രധാനിയാണ് ഷെയ്ഖുന ശംസുൽ ഉലമ. ഒരു പുരുഷായുസ്സും മുഴുവനും സമുദായ നന്മയ്ക്കും സുന്നത്ത് ജമാഅത്തിനും സമസ്തയ്ക്കുമായി വിനിയോഗിച്ച് കടന്നുപോയ മഹാമനുഷ്യനാണ് ശംസുൽ ഉലമ. ചരിത്രത്തിലെ ഒരു അപൂർവ വ്യക്തിപ്രഭാവത്തിനുടമയാണ്. അത്തരത്തിൽ നിരവധി മഹത്തുക്കൾ, നിരവധി പണ്ഡിതന്മാർ, അവരെല്ലാവരും ഉൾക്കൊണ്ട ആ വലിയൊരു ആദർശം, സമസ്ത എന്ന ആ വലിയ പ്രസ്ഥാനം ഇന്നും പ്രഭയോടുകൂടി ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു മങ്ങല് പോലും ഏൽക്കാതെ ആ സമസ്തയുടെ 100ാം വാർഷികത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നു. ബൈക്കിലൂടെയും കാറിലൂടെയും ബസ്സിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് വരുന്ന ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. ഇത്രയധികം ആളുകളെ നിയന്ത്രിക്കാൻ വലിയൊരു പോലീസിൻ്റെ പട തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. സമസ്തയുടെ വിളി കേട്ട് ഓടിയെത്തിയ ജനസാഗരം. അതിലെ ചില വീഡിയോകൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം.
സുഹൃത്തുക്കളെ, സമസ്ത വിളിച്ചപ്പോ ആ വിളി കേട്ട് പോകുന്ന ആളുകളെ കാണിച്ചു തരണം നിങ്ങൾക്ക്. ഇതാ കണ്ടോളി, എന്റെ പിന്നിലുണ്ട്. ഇതാ കണ്ടോളി, എത്രയോ ആളുകളാണ് അറിയോ. ഭയങ്കര ബ്ലോക്കാട്ടോ, ഭയങ്കര ബ്ലോക്കാണ്. ബസ്സുകളും കാറുകളും ബൈക്കുകളൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളാണ്. സമ്മേളന നഗരിയിലേക്ക് ഇനി ഒരു 50 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ബ്ലോക്ക്. എന്തായാലും സമസ്ത വിളിച്ചാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? സമസ്ത വിളിച്ചാൽ എങ്ങനെ നമ്മൾ പോവാതിരിക്കും? 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 സത്യമതത്തിനുത്തമ പടയതിലൊന്നായി കൂടും ജനലക്ഷ. സമസ്തയുടെ മഹത്തായ ഈ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ പേര് കൂടി പറയാതെ പോകാൻ കഴിയില്ല. ഇബ്രാഹിം ഹാജി കുണിയ എന്ന് പറയുന്ന ഒരു സമ്പന്നനായ മനുഷ്യൻ. സമ്മേളനത്തിന്റെ ഭാഗമായി ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് കേട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിശയിച്ചു പോകും. 500-ലധികം ഏക്കർ സ്ഥലം, അമ്പരചുംബികളായ ബിൽഡിംഗ്, ക്യാമ്പിന് വരുന്ന 33,313 പേർക്ക് 3 ദിവസം താമസം, ഭക്ഷണം, മറ്റു സൗകര്യങ്ങൾ. സമാപന സമ്മേളനത്തിന് എത്തുന്ന നേതാക്കൾക്ക് മാത്രം 1200 സിറ്റിംഗ് സ്റ്റേജുകൾ. നോക്കൂ, ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ഈ മനുഷ്യൻ വാങ്ങിക്കൊടുത്തത് 10 JCBകളാണ്. അതിന് തന്നെ എത്ര ലക്ഷം രൂപ ചിലവാകുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ മനുഷ്യൻ ആരോടും 1 രൂപ പോലും കടം വാങ്ങിയിട്ടില്ല. എല്ലാം ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം തന്നെയാണ്. ഈ ഒരു മഹത്തായ പ്രവർത്തനത്തിന് പടച്ചുറപ്പ് അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ സമ്മേളനം ഇന്ന് സമാപിക്കുമ്പോൾ അത് വലിയൊരു ചരിത്രമാണ് സൃഷ്ടിക്കുന്നത്. ആ മഹത്തായ പ്രസ്ഥാനത്തിനെ മുന്നിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് വർഷക്കാലം ആ സമസ്തയെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ സയ്യിദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ.